നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാണക്കേട് കൊണ്ട് തല കുനിക്കുകയാണ് എയർ ഇന്ത്യ. ഇതിനു പിന്നാലെ രാജ്യത്തെ മറ്റ് വിമാന കമ്പനിക്കും നേരെ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു. രാജ്യത്തെ വിമാന സർവീസുകൾ അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണ് എന്ന് വ്യക്തമാക്കുമ്പോഴും വീണ്ടും പരാതികൾ ഉയർന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വിമാനത്തിലെ ജീവനക്കാർ യാത്രക്കാരോട് വളരെ സൗമ്യമായാണ് ഇടപഴകുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ വിമാനയാത്രകൾ അത്ര സുരക്ഷിതമല്ലാത്ത തരത്തിലാണ് പോകുന്നത്. യാത്രക്കാരുടെ ദേഹത്ത് മദ്യലഹരിയിൽ മൂത്രമൊഴിക്കുക, മദ്യപിച്ച് ബഹളം വയ്ക്കുക തുടങ്ങിയ സംഭവങ്ങളാണ് നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വിമാനയാത്രക്കാരുടെ മോശം പെരുമാറ്റം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയുണ്ടായി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുടെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. CISF, DGCA, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി മേധാവിമാർ യോഗത്തിൽ പങ്കെടുത്തു. യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമുണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാതെ ഇടപെടണമെന്ന് DGCA വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്തിനകത്ത് യാത്രക്കാർക്ക് മദ്യവുമായി കയറാൻ സാധിച്ചതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിച്ചേക്കും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് പട്നയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചതിന് 2 യാത്രക്കാരെ അറസ്റ്റ് ചെയ്തു. ഇൻഡിഗോയുടെ പരാതിയിലാണ് നടപടി. ഞായറാഴ്ച രാത്രി ഡൽഹിയിൽ നിന്ന് പട്നയിലേക്ക് പറന്ന വിമാനത്തിലാണ് യാത്രക്കാരായ രോഹിത്, നിതീഷ് എന്നിവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരാൾ കൂടി ഇവർക്കൊപ്പമുണ്ടായിരുന്നതായി സൂചനയുണ്ട്. വിമാനത്തിൽ കയറുമ്പോൾ തന്നെ മദ്യലഹരിയിലായിരുന്നു ഇവർ. യാത്ര പുറപ്പെട്ട ശേഷവും മദ്യപിക്കാൻ ശ്രമിച്ചു. തുടർന്ന് വിമാന ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചു. വിമാനം പട്നയിലെത്തിയപ്പോൾ CISF ഇവരെ തടഞ്ഞുവച്ചു. മാപ്പ് പറഞ്ഞു ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും വിമാന കമ്പനി മാനേജർ രേഖാമൂലം പരാതി നൽകി. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര സർവീസിൽ മദ്യം അനുവദനീയമല്ല. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മദ്യവുമായി വിമാനത്തിൽ കയറാൻ യാത്രക്കാർക്ക് സാധിച്ചതിൽ അന്വേഷണം ആരംഭിച്ചു. നവംബർ 26-നാണ് ന്യൂയോർക്ക് ഡൽഹി ബിസിനസ് ക്ലാസ് വിമാനത്തിൽ വെച്ച് യാത്രക്കാരുടെ മേൽ മദ്യലഹരിയിലായിരുന്ന വ്യാപാരി ശങ്കർ മിശ്ര മൂത്രമൊഴിച്ചത്. എയർ ഇന്ത്യ നൽകിയ പരാതിയിൽ ഈ മാസം 4-ന് ദില്ലി പോലീസ് കേസെടുത്തത്. അതിക്രമം നടന്ന ശേഷം മറ്റൊരു സീറ്റ് കിട്ടാൻ അരമണിക്കൂർ വിമാനത്തിൽ നിൽക്കേണ്ടി വന്നെന്നും എയർപോർട്ടിലെത്തിയ ശേഷം ശങ്കർ മിശ്രയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ക്യാബിൻ ക്രൂ പരിഗണിച്ചില്ലെന്നും FIR പറയുന്നു. ശങ്കർ മിശ്ര തനിക്ക് മുന്നിൽ കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. വിമാനത്തിലുണ്ടായ അതിക്രമം വിവരിച്ച് എയർ ഇന്ത്യ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരന് നേരത്തെ പരാതിക്കാരി കത്തെഴുതിയിരുന്നു. എന്നാൽ ജനുവരി 4-നാണ് എയർ ഇന്ത്യ പോലീസിൽ പരാതി നൽകിയത്. ഇവർ പരാതി പിൻവലിച്ചതിനാലാണ് പോലീസിന് പരാതി കൈമാറാതിരുന്നതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ശങ്കർ മിശ്ര യുവതിയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനാണ് ഇയാളെ സ്ഥലത്ത് നിന്നും പിടിച്ചുമാറ്റിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എയർ ഇന്ത്യ വിമാനത്തിൽ മദ്യലഹരിയിൽ മൂത്രമൊഴിച്ച സംഭവം വിവാദമായതോടെ യാത്രക്കാരുടെ മോശം പെരുമാറ്റത്തിൽ കർശന നടപടി വേണമെന്ന് DGCA വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.